അത് കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് വരെ അമ്മയുടെ പാൽ കുടിക്കും. അത് കഴിഞ്ഞാൽ പാല് കുടിക്കുന്നവരാണെങ്കിൽ മരണം വരെ കുടിക്കുന്നത് പശുവിന്റെ പാലാണ്. അപ്പൊ അമ്മയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് പശുവിനെ കാണുന്നത്. അതുകൊണ്ട് ഗോ മാതാവ് എന്ന് പറയുന്നത് പശുവാണെങ്കിലും നമ്മൾ അമ്മയെ. നമസ്കാരം. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ തന്റെ ഭർത്താവിന്റെ അമ്മയെ എന്തുകൊണ്ടാണ് അശ്വിന്റെ അമ്മ എന്ന് എപ്പോഴും സംബോധന ചെയ്യുന്നത്? അവരെ അമ്മയെന്ന് വിളിച്ചുകൂടെ എന്ന് പ്രേക്ഷകരിൽ ചിലരുടെ സംശയത്തിന് മറുപടിയായി വഴിയെ പോകുന്നവരെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല, അത് കാവിലമ്മയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ദിയ നൽകിയ മറുപടി അത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചു. നമ്മളൊക്കെ അത് കണ്ടതാണ്. ആ വിഷയത്തെക്കുറിച്ചുള്ള പ്രതികരണവുമായി വന്ന ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ ഇടയ്ക്ക് തേർഡ് റേറ്റ് ചാനലുകാർ എന്ന് പറഞ്ഞ് പരിഹസിച്ച ദിയ കൃഷ്ണ തെറ്റ് തിരുത്തുവാൻ തയ്യാറായിരുന്നില്ല. മാത്രവുമല്ല, ദിയ കൃഷ്ണ അധികം വൈകാതെ ഞാൻ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്, അതിലൊരു മാറ്റവുമില്ല എന്നറിയിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി കൂടി പോസ്റ്റ് ചെയ്തു. പക്ഷെ വ്യാപകമായ അൺഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ക്യാമ്പയിനൊക്കെ നടന്നപ്പോൾ, ശക്തമായിട്ടുള്ള സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ അതിൻ്റെ ആധിക്യ നിമിത്തമായിരിക്കാം ഒരുപക്ഷെ പിന്നീട് തെറ്റ് തിരുത്തുവാൻ തയ്യാറായി മാപ്പ് പറഞ്ഞു. തെറ്റ് തിരുത്തുവാൻ തയ്യാറായി എന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്കാർക്കെങ്കിലും വേദനയായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ നിലപാടിൽ മാറ്റം വരുത്തി അത് തെറ്റാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന രീതിയിലായിരുന്നില്ല ദിയ സംസാരിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ദിയ കൃഷ്ണയ്ക്ക് അണ്ണാക്കിലടിക്കുന്ന മറുപടിയുമായിട്ട് പേളിമാണി എത്തിയിരിക്കുകയാണ്. പേളിമാണി ദിയ കൃഷ്ണയെക്കുറിച്ച് മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, പക്ഷേ വളരെ ഉദാത്തമായ ഒരു മാതൃകയിൽ കൂടി വളരെ വലിയൊരു കാര്യം ചെയ്തു കാണിക്കുകയാണ്. അതിൽ കൂടി ഒരു കൂട്ടം കാര്യങ്ങൾ അവർ പറയാതെ പറഞ്ഞു വെക്കുകയാണ്. സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ. പേളിമാണിയുടെ 2ാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് ബേബി സിറ്ററായിട്ട് ഒരു അന്യ സംസ്ഥാനക്കാരിയായ പെൺകുട്ടി എത്തി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ബംഗാളി അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളി. ആ പെൺകുട്ടിയോടുള്ള പേളിയുടെ സമീപനവും ആ പെൺകുട്ടിക്ക് അവരുടെ കാഴ്ചപ്പാടിൽ വിലപിടിപ്പുള്ളൊരു ഗിഫ്റ്റ് നൽകുന്നതുമാണ് സംഭവം. ഇതിനോടകം പലരും സംഗതി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ ഒന്ന് വെക്കാം. എനിക്കറിയത്തില്ല, അതെ നോക്കട്ടെ. ഇഷ്ടായോ? വെളിച്ചത്തിൽ നിന്ന് നോക്കട്ടെ. നല്ല മാല കേട്ടോ ഇത്. ആക്ച്വലി എനിക്ക് എൻ്റെ എല്ലാ മോഡേൺ ഡ്രസ്സിന്റെ കൂടെയും നല്ല മാല. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് രഞ്ജുയുടെ മാലയാ. നിങ്ങൾ ഇട്ട് കാണിച്ചു തരാം. ഏത് കയ്യിലിടണ്ടേ? ഇത് റഫ് യൂസ് ഒക്കെ ചെയ്യാം. ഇതൊന്ന് സൂക്ഷിക്കാൻ അവർ പറഞ്ഞു. ഇത് ഭയങ്കര സോഫ്റ്റാണ്, പൊട്ടിപ്പോവും. പക്ഷെ ഇത് നീ എത്ര വേണമെങ്കിലും നിനക്ക് ഇടാം, കുഴപ്പമില്ല. ഇഷ്ടമായടി? അപ്പൊ 2 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള എന്നെയും നിത്തു ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള എൻ്റെ അനിയത്തിയാണിത്. സോ എൻ്റെ അനിയത്തിക്കുള്ള ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ലൈഫിലെ നമ്മളെ ഫ്രണ്ട്സ് പോലെയാണ് ഇവരെനിക്ക്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുകയും എൻ്റെ മുഖം വാടിയാൽ പോലും ഒരു ചായ ഇട്ട് തരും, അങ്ങനത്തെ ഒരാളാണ്. അവർക്കറിയാം എന്താണ് എനിക്കും എൻ്റെ പിള്ളേർക്കും എല്ലാവരുടെ കാര്യങ്ങളും. അതുകൊണ്ട് യു ആർ ലൈക്ക് എ ഫാമിലി മെമ്പർ ടു മീ. അതുകൊണ്ട് ഞങ്ങളൊരു ചുമ്മാ ബർത്ത്ഡേ അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് എ നോർമൽ ഡേ, ബട്ട് വാണ്ടഡ് ടു ഗിവ് യു ദിസ്. എന്തിനാണ് ഇത്ര ചേർത്ത് നിർത്തി അനിയത്തിയാണ് എന്നൊക്കെ പറയുന്നത്? അത് ശരിയാണോ? നിങ്ങളുടെ സ്വന്തം അമ്മ പ്രസവിക്കാത്ത നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി അവർ നിങ്ങളുടെ അനിയത്തിയായിട്ട് എങ്ങനെയാണ് വരിക? ബയോളജിക്കലി അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയല്ലല്ലോ. ആ പെൺകുട്ടി ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയാണ്. മാത്രവുമല്ല, ശമ്പളം വാങ്ങി നിങ്ങളുടെ കുട്ടിയെ നോക്കുക എന്നുള്ള പരിപാടി മാത്രമാണ് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇത്രയും വിലപിടിപ്പുള്ള സമ്മാനമൊക്കെ നൽകേണ്ട ആവശ്യമുണ്ടോ? സമ്മാനം കൊടുത്തത് പോകട്ടെ, ചേർത്ത് നിർത്തുകയും അനിയത്തിയാണ് എന്ന് പറയുകയും അപ്പോൾ തന്നെ സങ്കടത്തോടു കൂടി കണ്ണു നിറയുകയും ഒക്കെ ചെയ്യേണ്ട കാര്യം അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ദിയയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്തവർ കണ്ടവരെ അച്ഛ അമ്മയെന്നൊക്കെ വിളിക്കുന്നതിൽ തെറ്റില്ല. ഇനിയിപ്പോൾ അതുപോലെ വല്ലതും ആണോ പേളിമാണി? അനിയത്തി എന്ന് വിളിക്കുവാൻ സ്വന്തം അമ്മ പ്രസവിച്ച ഒരു പെൺകുട്ടി ഇല്ലാത്തതിൻ്റെ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയാണോ ഈ അന്യസംസ്ഥാന തൊഴിലാളിയായ വീട്ടുവേലക്കാരിക്ക് വിലപിടിപ്പുള്ള സ്വർണ്ണമൊക്കെ വാങ്ങിക്കൊടുത്ത് കെട്ടിപ്പിടിച്ച് കണ്ണും നിറച്ചുകൊണ്ട് വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്? പേളിമാണി ഒരു കാര്യം മനസ്സിലാക്കണം, അവർ നിങ്ങളുടെ ജോലിക്കാരിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾ കാണിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ടല്ല, അവർ തിരിച്ചു നിങ്ങളോടാണ് കാണിക്കേണ്ടത്.
ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരു പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുകയും വളരെ മാന്യമായിട്ട് അവരോട് ബിഹേവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൽ അവർ ഇങ്ങോട്ടല്ലേ നന്ദി പ്രകടനങ്ങൾ നടത്തേണ്ടത്? അവരല്ലേ നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് കരയേണ്ടത്? പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല. പകരം നിങ്ങൾ അവർക്ക് വളരെ വിലപിടിപ്പുള്ള ഗിഫ്റ്റ് കൊടുക്കുകയും വല്ലാതെ വൈകാരികമായിട്ട് അങ്ങോട്ട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇത് ശരിക്കും വേണ്ടിയിരുന്നോ? ഇത് ശരിയായ കാര്യമാണോ? അമ്മായിയമ്മ എന്ന് പറയുന്ന ഉൽപ്പന്നത്തെ എല്ലായ്പ്പോഴും ഒരുപടി അകറ്റി നിർത്തി മാത്രമേ പരിചരിക്കാവൂ എന്ന് അലിഖിത നിയമമുണ്ടാക്കി വെച്ചിരിക്കുന്ന മരുമക്കൾക്ക് ഒരു പക്ഷേ പേളിമാണി ഈ കാണിച്ച കാര്യങ്ങളൊക്കെ ഒരു ഷോ ഓഫ് ആയി തോന്നാം. പക്ഷേ ഇത് കാണുന്ന വലിയൊരു കൂട്ടം വ്യക്തികൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് മാനവികതയുടെ മഹത്വമാണ്, മനുഷ്യത്വമാണ്. ഒപ്പം ജീവിക്കുന്ന ഒരു പെൺകുട്ടി, അവർ നിങ്ങളുടെ ജോലിക്കാരിയാണ് എങ്കിൽ പോലും നിങ്ങൾ അവരോട് കാട്ടിയ മര്യാദയ്ക്കും വിധേയത്വത്തിനും, നിങ്ങൾ അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനപ്പുറത്ത് ഒരു വൈകാരികമായ അടുപ്പം അവരുമായി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും സ്വന്തം കൂടപ്പുറപ്പ് എന്ന രീതിയിൽ അവരെ പരിഗണിക്കുകയും ചെയ്തതൊക്കെ ഒരു വലിയ സന്ദേശം തന്നെയാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. കൂടുതലൊന്നും പറയാനില്ല, ഒരു ബിഗ് സല്യൂട്ട്. ഈ ഒരു വ്ളോഗ് പുറത്തു വന്നപ്പോൾ അതിൻ്റെ കീഴിൽ ഒട്ടനവധി കമൻറ്റുകൾ, അതും ദിയാകൃഷ്ണയുടെ ആ വഴിയെ പോകുന്നവരെയെല്ലാം അമ്മയെന്ന് പറയുവാൻ കഴിയില്ല എന്നുള്ള മറുപടിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അതിലൊരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഇതാണ് വളർത്തുഗുണം. അല്ലാതെ സ്നേഹമുള്ള അമ്മായിയമ്മയെ പോലും വഴിയെ പോകുന്നവരെ ഒന്നും അമ്മ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ ടീംസിനെ പോലെ അല്ല പേളി ചേച്ചി. ശ്രീനിയേട്ടൻ്റെ അമ്മയെയും അവരുടെ റിലേറ്റീവ്സിനെയും എന്തൊരു കരുതലോടും സ്നേഹത്തോടും കൂടിയാണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. അവരുമായിട്ടുള്ള എല്ലാ വ്ളോഗിലും അത് കാണാൻ പറ്റുന്നുണ്ട്. യു ആർ ഗ്രേറ്റ്. ആരുമല്ലാതിരുന്നിട്ട് കൂടി അവരെ സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള മനസ്സുണ്ടല്ലോ, ഇനിയും ഉയരങ്ങളിലെത്തും. ഈ ഒരു കമൻറ്റ് വലിയൊരു ചർച്ചയായി ഇതിനോടകം മാറിയിട്ടുണ്ട്. പല റിയാക്ഷൻ ചാനലുകാരും ഈ കമൻറ്റ് എടുത്തുകൊണ്ട് പോയി വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഒരു കമൻറ്റ് പേളിമാണി കാണുകയും അതിൻ്റെ കീഴിൽ വന്ന് അവർ ലൈക്ക് അടിക്കുകയും ചെയ്തു. ഇതിൽ കൂടി തന്നെ വളരെ കൃത്യമായൊരു മെസ്സേജ് അവർ ദിയാകൃഷ്ണയ്ക്കും ആ കുടുംബത്തിനും നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ, ദിയ പറഞ്ഞ വാക്ക് അത് തെറ്റാണ്, തിരുത്തൽ ആവശ്യമുള്ള പദമാണ്. അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. ആ കുരുന്നു കുഞ്ഞിൻ്റെ മുൻപിൽ വെച്ച് ആ കുട്ടിയോട് സംസാരിക്കുകയും ആ കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു നന്മ പ്രവൃത്തി പേളിമാണി ചെയ്തത്. എന്ന് വെച്ചാൽ, നമ്മൾ സ്നേഹമുള്ളവരും സഹജീവികളോട് കരുണയുള്ളവരും ബഹുമാനമുള്ളവരും ഒക്കെയായി മാറണം. നമ്മൾ താഴ്മയുടെ പ്രതീകമായി നിലകൊള്ളണം. മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കണം. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നാം കൊടുക്കണം എന്നൊക്കെയുള്ള ഒട്ടനവധി സന്ദേശങ്ങൾ ആ കൊച്ചു കുഞ്ഞിൻ്റെ ഉള്ളിലേക്ക് ഈ ചെറിയ പ്രായത്തിലെ പേളിമാണി ഈ ഒരു കാര്യത്തിൽ കൂടി പാസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ, വളർന്നു വരുമ്പോൾ ദിയാകൃഷ്ണയെ പോലെ ആവരുത്, പകരം സമൂഹത്തിന് കൊള്ളാവുന്നൊരു കുഞ്ഞായി വളരണം എന്നുള്ള ശക്തമായ സന്ദേശം. വഴിയെ കൂടെ പോകുന്നവരെ ഒന്നും എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് മാത്രവുമല്ല, എൻ്റെ മകൻ വളർന്നു വരുമ്പോൾ മറ്റൊരു സ്ത്രീയെ അവൻ അമ്മയെന്ന് വിളിച്ചാൽ അതെൻ്റെ ഹൃദയത്തെ തകർക്കും. അതുകൊണ്ട് അവൻ എന്നെ മാത്രമേ അമ്മയെന്ന് വിളിക്കുവാൻ പാടുള്ളൂ എന്ന വലിയ ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞു വെക്കുന്ന ദിയാകൃഷ്ണയ്ക്ക് പേളിമാണി ഒരു വലിയ പ്രഹരം കൂടിയാണ് ഈ ഒരു പ്രവൃത്തിയിൽ കൂടി നൽകുന്നത്. ഇത്രയും ചെറിയ പ്രായത്തിലെ ഇമാതിരി മഹത്തകരവും മനോഹരവുമായ സന്ദേശങ്ങൾ അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കി മുൻപോട്ട് പോവുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അവർ സമൂഹത്തിൽ വലിയ ആൾക്കാരായി മാറുക തന്നെ ചെയ്യും, ഒരു സംശയവുമില്ല. അല്ലാതെ മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ അവരെ ഒന്നും അമ്മയെന്നും അച്ഛനൊന്നും വിളിക്കാൻ പാടില്ല, അവർക്ക് അനുയോജ്യമായ പേരുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ കുരുന്നു മനസ്സുകൾക്കുള്ളിലേക്ക് വിഷം കുത്തി വെച്ചു കൊടുക്കുകയാണ്, വേർതിരിവ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവിടുത്തെ എൻ്റെ ഏറ്റവും വലിയൊരു സംശയം, ദിയാകൃഷ്ണ ഇങ്ങനെയായി തീർന്നതിൻ്റെ പിൻപിൽ ആ മരുതൻകുഴിയിലെ അമ്മയാണോ എന്നുള്ളതാണ്. നിന്നെ പ്രസവിച്ച അമ്മ ഞാൻ മാത്രമാണ്, അതുകൊണ്ട് അമ്മ എന്ന വിളിപ്പേര് അത് എനിക്ക് മാത്രമേ നൽകാവൂ എന്ന് കുഞ്ഞു പ്രായത്തിലെ ദിയയുടെ ഉള്ളിലേക്ക് മരുതൻകുഴിയിലെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമോ ആവോ? അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെന്നാണ് എൻ്റെ പക്ഷം. ഇനി അഥവാ രണ്ടാമതൊരാളെ അമ്മയെന്ന് വിളിക്കേണ്ടി വന്നാൽ അത് കാവിലമ്മയെ മാത്രമായിരിക്കണം അത്രേ വിളിക്കേണ്ടത്. അല്ല, ഈ കാവിലമ്മ ആരാണാവോ? സ്വന്തം അമ്മ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കാവിലമ്മ എന്ന് പറയുമ്പോൾ ആ രണ്ടാനമ്മയുമായി ഏതു തരത്തിലുള്ള ബന്ധമാണ് ദിയാകൃഷ്ണയ്ക്കുള്ളത്? ഈ പറയുന്ന രണ്ടാനമ്മയെ താങ്കൾക്ക് ഏത് രീതിയിലാണ് പരിചയം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ രണ്ടാനമ്മയെ, കാവിലമ്മയെ? നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തു നിന്ന് ലഭിച്ച ഒരു അറിവല്ലേ അത്? അതിനപ്പുറത്ത് അങ്ങനെ ഒരു അമ്മയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പിക്കുവാൻ കഴിയുക? കാവിലമ്മ എന്ന് പറയുമ്പോൾ അതൊരു ദൈവസങ്കല്പത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് സത്യത്തിൽ ദിയാകൃഷ്ണയുടെ ആ പരാമർശത്തോടുള്ള ബന്ധത്തിൽ കാവിലമ്മയുടെ മറുപടി ഇനി മേലിൽ നീ എന്നെ അമ്മയെന്ന് വിളിച്ചു പോകരുത് എന്നായിരിക്കും. ഉറപ്പാണ്. കാരണം യഥാർത്ഥത്തിലുള്ള ദൈവസങ്കല്പമൊക്കെ മനുഷ്യരുടെ ഉള്ളിൽ വരുമ്പോൾ അവർ ദൈവിക സ്വഭാവമുള്ളവരായി മാറും. സാധാരണ നമ്മളൊക്കെ ഇരു കൈകളും എടുത്ത് കൂപ്പുന്നത് ദൈവപ്രതിഷ്ഠയുടെ മുൻപിൽ എത്തുമ്പോഴല്ലേ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ദൈവാലയങ്ങളുടെ ഒക്കെ മുൻപിൽ ചെല്ലുമ്പോഴല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു ഈശ്വര ചൈതന്യം അവിടെ കുടികൊള്ളുന്നു, ഞാൻ നിൽക്കുന്നത് ആ ശക്തിയുടെ മുൻപിലാണ് എന്നുള്ള തിരിച്ചറിവിലല്ലേ? എന്നാൽ ഒരു കാര്യം കൂടി കേട്ടോ,
ഭാരതീയ സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് കൃഷ്ണകുമാറൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഹൈന്ദവ സംസ്കാരത്തിൽ ഈശ്വര സാന്നിധ്യം കാണുമ്പോൾ ഒരു മനുഷ്യൻ കൈ തൊഴുതു നിൽക്കുന്നത് പോലെ അവരെക്കാൾ മുതിർന്ന മനുഷ്യരെ കാണുമ്പോഴും അവർ കൈയെടുത്ത് കൂപ്പാറുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ആ സിസ്റ്റം കാണുവാൻ കഴിയും. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശ്വര ചൈതന്യം വഹിച്ചു നടക്കുന്നവരാണ് ഓരോ മനുഷ്യരും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ നമിക്കുന്നു, നിങ്ങളിൽ ഈശ്വരനുണ്ട് എന്നുള്ളതാണ്. മലയാള സിനിമയിൽ പഴയ കാലത്ത് ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. അതിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: മനസ്സിനുള്ളിൽ ദൈവം ഇരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് എന്ന്. ഈശ്വരവിശ്വാസിയായ ഒരു മനുഷ്യനെ കാണുമ്പോൾ ആ ഒരു കാഴ്ചപ്പാട് അവരൻ്റെ മനസ്സിൽ വരുന്നത് വളരെ നല്ലതാണ്. അപ്പോഴാണ് അവരെ ബഹുമാനിക്കുവാൻ തോന്നുക. അല്ലാത്തിടത്തോളം കാലം കാവിലമ്മയെ 1000 പ്രാവശ്യം അമ്മയെന്ന് വിളിച്ചാലും അമ്മ തിരിഞ്ഞു നോക്കുക പോലുമില്ല. ഇതിനോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു ബൈബിൾ വാക്യമാണ് കേട്ടോ: കാണപ്പെടുന്ന നിന്റെ സഹോദരനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുമെന്നാണ് ചോദിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ കാവിലമ്മ എന്ന് വിളിക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന മുതിർന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരിൽ ഒരമ്മയെ കാണാൻ കഴിയണം. അതാണ് പറഞ്ഞു വരുന്നതിന്റെ സാരം. ദിയ പറയുന്ന ഈ വഴിയിൽ കൂടി പോകുന്ന എല്ലാവരെയും അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന ആ ഒരൊറ്റ വാക്കിനോടുള്ള ബന്ധത്തിൽ വലിയൊരു കൂട്ടം ആൾക്കാർ അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വരികയും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ദോഷം പറയരുതല്ലോ, സപ്പോർട്ട് ചെയ്യുവാൻ ധാരാളം ആൾക്കാർ കൂടെ കൂടിയിട്ടുണ്ട്. ഒരുപക്ഷെ അമ്മായിയമ്മയുമായി അത്ര രസത്തിലല്ലാത്ത യുവതികളായിരിക്കും ആ കമന്റുകളുടെ പിൻപിൽ എന്ന് ഞാൻ അങ്ങ് ഊഹിക്കുകയാണ്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. വഴിയെ പോകുന്ന എല്ലാവരെയും അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് ദിയ പറഞ്ഞതിൽ എന്താണ് ഇത്ര തെറ്റ്? അത് അവരുടെ ഇഷ്ടമല്ലേ? എന്തിനാണ് നമ്മൾ അതിൽ കയറി ചൊറിയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന അത്തരത്തിലുള്ള പ്രബുദ്ധരായ സ്വതന്ത്ര വ്യക്തിത്വങ്ങളോട് ഒരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. ദിയ കൃഷ്ണയുടെ മകൻ ഓമി ഒരു സ്വതന്ത്ര വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അവൻ വളർന്നു വരുമ്പോൾ എന്നെ അല്ലാതെ മറ്റൊരാളെ അവൻ അമ്മ എന്ന് വിളിച്ചാൽ അതെന്നെ അസ്വസ്ഥപ്പെടുത്തും എന്ന് ദിയ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ആ കുഞ്ഞു സ്വതന്ത്ര വ്യക്തിത്വമൊന്നുമല്ല, അതൊരു കുരുന്നുകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ സ്വതന്ത്ര വ്യക്തിത്വത്തിന്റെ ഉടമയെന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. എങ്കിലും അത് വളരും. ഈ പറഞ്ഞ സ്വതന്ത്ര വ്യക്തിത്വം എന്ന നിലയിലേക്ക് അത് എത്തിച്ചേരും. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അവൻ വിവാഹം കഴിക്കുകയും അവൻ അമ്മായിയമ്മ ഉണ്ടാവുകയും ആ സമയത്ത് അവൻ്റെ അമ്മായിയമ്മയെ അവൻ അമ്മ എന്ന് വിളിക്കുകയും ചെയ്യുമ്പോൾ ഉള്ള കാര്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ദിയ കൃഷ്ണയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്തു മറുപടിയാണുള്ളത്? നിങ്ങൾ ദിയ കൃഷ്ണയ്ക്കൊപ്പമാണോ അതോ ഓമിക്കൊപ്പമാണോ? ദിയ കൃഷ്ണ ഒരു സ്വതന്ത്ര വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അമ്മായിയമ്മയെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ സംബോധന ചെയ്യാം എന്ന് പറയുന്ന നിങ്ങൾ, ദിയ കൃഷ്ണയുടെ മകൻ ജീവിതകാലത്ത് ഒരിക്കലും മറ്റൊരാളിനെയും അമ്മയെന്ന് വിളിക്കാൻ പാടില്ല എന്ന് ദിയ പറഞ്ഞു വെച്ച ആ പ്രസ്താവനയെ ഏത് രീതിയിലാണ് അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അത് ഒന്ന് കമന്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും പേളിമാണിയുടെ വീഡിയോയുടെ കീഴിൽ വന്ന ഞാൻ ആ വായിച്ച കമന്റ് അതിന്റെ തുടക്കത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദിയ കൃഷ്ണയെക്കുറിച്ചാണ്, വളർത്തുദോഷം. അതെ, ദിയ കൃഷ്ണ അങ്ങനെയായി തീർന്നതിന്റെ പിൻപിൽ ആ കുട്ടിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അതിന്റെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ തുല്യ പങ്കാളിത്തമുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് കൃഷ്ണകുമാറിന്റെ ഒരു പഴയ വീഡിയോ ഒന്ന് കാണാം. രസമുള്ള വീഡിയോയാണ്. അത് കഴിഞ്ഞാൽ മനുഷ്യൻ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സ് വരെ അമ്മയുടെ പാല് കുടിക്കും. അത് കഴിഞ്ഞാൽ പാല് കുടിക്കുന്നവരാണെങ്കിൽ മരണം വരെ കുടിക്കുന്നത് പശുവിന്റെ പാലാണ്. അപ്പൊ അമ്മയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് പശുവിനെ കാണുന്നത്. അതുകൊണ്ട് ഗോ മാതാവ് എന്ന് പറയുന്നത് പശുവാണെങ്കിലും നമ്മൾ അമ്മയെ പോലെയാണ്. എത്ര നല്ലൊരു അച്ഛൻ അല്ലേ! വഴിയെ പോകുന്ന പശുവിനെ പോലും അമ്മയെന്ന് വിളിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമ. അങ്ങനെ മാത്രമേ നമുക്ക് പ്രഥമ ദൃഷ്ടിയ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ചിന്തിക്കുവാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതൊക്കെ മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രഹസനം മാത്രമായിരുന്നു എന്നുള്ളത് പിന്നീട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കുഴികുത്തി അതിനുള്ളിൽ കഞ്ഞി വിളമ്പി കൊടുക്കണം എന്നുള്ള ആ പരാമർശം ഇതിന് ശേഷം വന്നതാണ്. അതോടുകൂടി കഴിഞ്ഞുവെല്ലാം. അമ്മയുടെ മുലപ്പാൽ 1-2 വർഷം മാത്രമേ നമ്മൾ കുടിക്കുന്നുള്ളൂ. പിന്നീട് മരിക്കുന്ന കാലം വരെയും പശുവിൻ്റെ പാല് കുടിക്കുന്നത് കൊണ്ട് പശുവിനെ മാതാവ് എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, പശുവിനെ അമ്മയായി തന്നെ കാണണം എന്ന് പറഞ്ഞു വെച്ച കൃഷ്ണകുമാർ എന്ന അച്ഛൻ്റെ മകളാണ് വഴിയിൽ കൂടി പോകുന്നവരെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന വേദാന്തങ്ങളൊന്നും വീട്ടിലെ സംസ്കാരമല്ല. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ വേണ്ടിയുള്ള വെറും പൊറാട്ട് നാടകങ്ങൾ മാത്രമാണ് എന്ന് സാരം. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കൃഷ്ണകുമാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരുന്നു, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ പാലിക്കപ്പെടുന്ന വിഷയങ്ങളായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിയുടെ വായിലൊന്നും ഇത്തരത്തിലുള്ള കന്നത്തരങ്ങൾ ജീവിതകാലത്ത് ഒരിക്കലും വരും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുമോ? അപ്പോൾ വീട്ടിൽ പഠിച്ചതൊക്കെ തന്നെയാണ് സമൂഹത്തിൽ വന്ന് പാടുന്നത്. എന്തായാലും പേളിമാണിയുടെ വീഡിയോയുടെ കീഴിൽ വന്ന 1-2 കമന്റുകൾ കൂടി ഞാനൊന്ന് വായിക്കാം. സ്വന്തം ഭർത്താവിന്റെ അമ്മയെ പോലും അമ്മയെന്ന് വിളിക്കാത്ത സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലത്ത് ബേബി സെറ്ററിനെ കൂടപ്പിറപ്പായി കാണുന്ന ചേച്ചി ഒരു മാലാഖ തന്നെ. ക്ലാസ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും കയ്യിലുള്ള കാശ് അതുപോലെ യൂറോപ്പിൽ ട്രിപ്പ് പോകുന്നത് ഒന്നുമല്ല. നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ പരിഗണിക്കുവാൻ പഠിക്കുന്നതാണ്. സത്യമല്ലേ ഈ എഴുതിയിരിക്കുന്നത്? ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു വാക്ക് പറയുന്നുണ്ട്.
ഈ ഒരു സംഭവത്തിന് ശേഷം ചിലരൊക്കെ വന്നിട്ട് ഇവളൊക്കെ എവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്ന് ചോദിച്ചുകൊണ്ട് കമന്റ് ഇടുന്നത് കാണുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആ വാക്കിൽ ഒരു തെറ്റുമില്ല. ദിയ കൃഷ്ണ ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങൾ കൊണ്ട് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾ എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. മോശമായ കാര്യങ്ങൾ കൊണ്ടും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അങ്ങനെ മോശം പദങ്ങൾ കൊണ്ടും മോശം പ്രവർത്തികൾ കൊണ്ടും ആൾക്കാരെ സ്വാധീനിക്കുന്ന വ്യക്തികളെയും നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് തന്നെ വിളിക്കാം. നിങ്ങൾക്കൊരാളെ തെറ്റായിട്ടും ശരിയായിട്ടും സ്വാധീനിക്കാം. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് ദിയ കൃഷ്ണ. ദിയ കൃഷ്ണയുടെ മോശമായ ആ പരാമർശത്തെ പോലും മഹത്വവൽക്കരിച്ച് കാണിച്ചുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ട്. അവർ മോശം കാര്യങ്ങളാലാണ് സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നത്. ദിയ കൃഷ്ണയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് എഴുതിയിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കാഴ്ചപ്പാടാണ് ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത്. അവർ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഭർത്താവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായും ഭർത്താവിൻ്റെ അച്ഛനെ സ്വന്തം അച്ഛനായും കാണണമെന്ന ക്ലീഷേ പഠിപ്പീരിൽ നിന്നാണ് അമ്മ എന്ന വിളി വരുന്നത്. അതുവരെ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ത്രീയെ ഒരു സുപ്രഭാതത്തിൽ അമ്മയെന്ന് വിളിക്കണം എന്നൊക്കെ പറയുന്നത് എന്തു വിഡ്ഢിത്തമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ദിയ പറഞ്ഞതുപോലെ എൻ്റെ അമ്മ മാത്രമാണ് എൻ്റെ അമ്മ. ഇതാണ് യാഥാർത്ഥ്യം. മറ്റേതൊക്കെ വെറും പൊള്ളയായ സുഖിപ്പീരാണ്. സമ്മതിച്ചു മോളെ. സ്വന്തം അമ്മയെ ഒഴിച്ച് ആരെ അമ്മയെന്ന് വിളിച്ചാലും അതൊക്കെ വെറും സുഖിപ്പീര് മാത്രമാണ്. എന്നുവെച്ച് വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയാം എന്നുള്ളത് ന്യായമായ കാര്യമാണോ? അമ്മയെന്ന് വിളിക്കുവാൻ താല്പര്യമില്ലാത്തവർ ആൻറ്റി എന്ന് വിളിക്കാം. ഇനി ആൻറ്റി എന്ന് വിളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. കാരണം ഇതൊക്കെ നിങ്ങളുടെ വ്യക്തി താല്പര്യങ്ങളാണ്. ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ലല്ലോ. ക്യാമറ തുറന്നു വെച്ച് മാലോകർ മുഴുവൻ കേൾക്കെ വഴിയെ കൂടെ പോകുന്നവരെ ഒന്നും അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ വാക്കിനെയാണ് സമൂഹം അഡ്രസ്സ് ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തത്. അശ്വിൻ്റെ അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അതിനെതിരെ കമാന്നൊരക്ഷരം അവർ ഉരിയാടിയിട്ടില്ല ഇതുവരെ. പക്ഷെ അവരുടെ ഹൃദയം വേദനിച്ചിട്ടുണ്ട് ആ ഒരു സംബോധന കേട്ടപ്പോൾ. അതുമാത്രമല്ല, സംഗതി വിവാദമായപ്പോൾ വീണ്ടും അവരെ ആക്ഷേപിച്ചു. അശ്വിൻ്റെ വീട്ടുകാർക്ക് ഞാൻ എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാമെന്ന്. ഇതൊക്കെ ഒരു ആക്ഷേപമായി നിങ്ങൾക്കാർക്കും തോന്നില്ല. കാരണം നിങ്ങളൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രം നോക്കുന്നവരാണ്. അശ്വിൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോകം കേൾക്കെ വിളിച്ചു പറയുന്നതിൽ എന്താണ് ഇത്ര തെറ്റ്? ഉള്ള കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പറഞ്ഞ് നിങ്ങൾ ന്യായീകരിച്ചേക്കാം. പക്ഷെ അതേ സമയം മറുതലയ്ക്കൽ നിന്നുകൊണ്ട് ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആൾക്കാരുടെ മാനസിക അവസ്ഥ, അവരുടെ അഭിമാനം, സമൂഹത്തിന്റെ മുമ്പിൽ അവരുടെ തൊലിയുരിഞ്ഞു പോകുന്നത് പോലെയുള്ള തോന്നൽ, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതേ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് പിടികിട്ടുകയുള്ളൂ. എന്തായാലും വേറൊരു കമന്റ് കൂടി ഒന്ന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. അമ്മ എന്ന വാക്കിന് ഏറ്റവും ഉയർന്ന മൂല്യമാണുള്ളത്. നാം ഒരാളെ അമ്മ എന്ന് വിളിക്കുന്നത് നമ്മെ പ്രസവിച്ചു എന്നുള്ള കാരണത്താൽ മാത്രമല്ല, നമുക്ക് ഏറ്റവും മൂല്യമുള്ളതായി ബഹുമാനിക്കേണ്ടതായി തോന്നുന്ന വയസ്സായ സ്ത്രീകളെ നാം അമ്മയെന്ന് വിളിക്കും. ആ വിളിക്ക് അർത്ഥം അവർ നമ്മുടെ അമ്മയാണ് എന്നല്ല, നമ്മൾ അത്രയും ബഹുമാനിക്കുന്നയാൾ എന്നും അർത്ഥമുണ്ട്. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ നല്ല കുടുംബത്തിൽ ജനിക്കണം. പ്രായമുള്ള സ്ത്രീകളെ അമ്മ എന്ന് നാം ബഹുമാന പുരസ്സരം വിളിക്കുന്നതാണ്. അതിനർത്ഥം അവർ നമ്മുടെ യഥാർത്ഥ അമ്മയാണ് എന്നല്ല. ഇതൊക്കെ ആരോട് പറയാനാണ്? ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ വിദ്യാഭ്യാസം മാത്രം പോരെന്നേ, കുറച്ച് വിവരവും കൂടി വേണം. എന്തായാലും കൂടുതലൊന്നും ഇവറ്റകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പുരോഗമനം എല്ലാ മേഖലകളിലും വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ പുരോഗമനത്തിന്റെ അടുത്ത പടവുകളിലേക്ക് ചവിട്ടിക്കയറി കഴിയുമ്പോൾ ദിയ കൃഷ്ണ ഈ കാവിലമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കാവിലാൻറ്റി എന്ന് വിളിച്ചു കളയരുത്. ഒറ്റ അപേക്ഷ മാത്രമേ ഉള്ളൂ. കാരണം സാധാരണക്കാരനെ ആക്ഷേപിച്ചാൽ സാധാരണക്കാർ ഇതുപോലുള്ള ചില കമൻറ്റുകൾ മാത്രമേ എഴുതാൻ വരുള്ളൂ. പക്ഷേ കാവിലമ്മയൊക്കെ ആക്ഷേപിച്ചാൽ ഭക്തരെല്ലാം കൂടി കയറി അങ്ങ് മെഴുകി ഇല്ലാതെയാക്കി കളയും.